അഡ്വക്കേറ്റ് രാജൻകുമാർ, മന്ത്രിസഭയിലടക്കം സ്വാധീനമുള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിനു മുൻപ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ശിക്ഷാ ഇളവുമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ ചർച്ചയാവുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഷെറിൻ ഒരു തരത്തിലും ഈ പറയുന്ന രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരു സ്ത്രീയായി ഇന്ന് വരെ കണക്കാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മന്ത്രിസഭയിലടക്കം സ്വാധീനം ചെലുത്തിയാണ് പുറത്തേക്ക് വരുന്നത്, അതിനുള്ള വഴി ഒരുക്കിയത് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് മന്ത്രിസഭ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു ആരോപണമാണ് അത് ഉന്നയിക്കപ്പെടുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആ വിമർശനം ഉന്നയിക്കുകയാണ്. അങ്ങനെ നിയമത്തിന്റെ നമുക്കറിയാം എത്ര കേസുകളാണ് നീതി ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നത് എന്ന്. അതിന്റെ എല്ലാ പടവുകളെയും താണ്ടി ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് പുറത്തേക്ക് വഴിയൊരുങ്ങാൻ ഈ പറയുന്ന അധികാരം തുണയ്ക്ക് നിൽക്കുന്നു എന്ന ആരോപണം ഗൗരവ സ്വഭാവമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അതു ഇവിടെ ഈ ചർച്ചയിൽ ഏറ്റവും ആദ്യം സംസാരിച്ച മിസ്റ്റർ അനിൽ ഈ കേസിന്റെ നാൾവഴികളാണ് പറഞ്ഞത്. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രതിനിധി മിസ്റ്റർ ജ്യോതികുമാറും അതിനുശേഷം സംസാരിച്ച അഭിഭാഷകനും തെറ്റിദ്ധരിപ്പിക്കുന്ന നിയമവിരുദ്ധ പ്രസ്താവനകൾ മാത്രമാണ് ഈ ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചത്. ഇവിടെ ഈ രാജ്യത്തെ നിയമപ്രകാരം മാത്രമാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരാളെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചാൽ ജീവപര്യന്തം എന്നാണെങ്കിലും 14 വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള റിമിഷൻ കൊടുക്കാൻ എല്ലാ അവകാശവുമുണ്ട്. ഒരു പ്രതിയെ റിമാൻഡ് കാലയളവിൽ തടവിൽ പാർപ്പിച്ച ദിവസവും അതുപോലെ തന്നെ ശിക്ഷിച്ചതിന് ശേഷമുള്ള പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ദിവസവും കൂട്ടുമ്പോൾ 14 വർഷം പൂർത്തീകരിക്കണം. ഇവിടെ ഷെറിൻ 14 വർഷവും 4 മാസവും 17 ദിവസവും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അപേക്ഷ കൊടുത്തത്. അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ ജയിൽ നിയമപ്രകാരം അവധി ദിവസങ്ങളും മറ്റ് മാനദണ്ഡങ്ങളും പ്രകാരം 18 വർഷവും 8 മാസവും 29 ദിവസവും പൂർത്തീകരിച്ചു. ഇത് 31/5/2024 കണക്കാണ്. അതായത് ഇപ്പോൾ 2025 ആകുമ്പോൾ ഏകദേശം 19 വർഷത്തെ കാലയളവ് ജയിൽ റൂൾസ് പ്രകാരം അവധി ദിവസങ്ങളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ശിക്ഷ അനുഭവിച്ചതായിട്ടാണ് കൃത്യമായിട്ട് കണക്ക് കൂട്ടപ്പെടുന്നത്. 19 വർഷം പൂർത്തീകരിച്ചു. അത്തരത്തിൽ 14 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ദിവസം എണ്ണത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റിമിഷൻ അപേക്ഷ കൊടുത്താൽ ഏറ്റവും ആദ്യം പോലീസ് റിപ്പോർട്ട്, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട്, ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ നിയമവകുപ്പിന്റെ റിപ്പോർട്ട് ഇവ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഉപദേശക സമിതിക്ക് ചെയ്യാൻ കഴിയുക ഇത്തരം അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ മന്ത്രിസഭയ്ക്ക് വിടണം. മന്ത്രിസഭ ഇത്തരം അനുകൂല റിപ്പോർട്ട് വന്നാൽ അത് പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്ന മാനദണ്ഡം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമമാണോ, അതോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കുറ്റമാണോ. ഈ കുറ്റകൃത്യമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ റിമിഷൻ പരിഗണിക്കുന്ന ഒരു പൊതു പോളിസി, പരിഗണിക്കേണ്ടെന്ന പൊതു പോളിസി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അല്ലാത്ത കേസുകളിൽ സ്വാഭാവികമായിട്ടും അനുവദിക്കും. അത് ഗവർണർക്ക് വിടും. ഗവർണർ തീരുമാനമെടുത്താലും അത് കോടതികളുടെ എല്ലാം നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും വിധേയമാണ്. അത്തരത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് പോകുക. ഇവിടെ ബിൽക്കിസ് ബാനുവിന്റെ കേസ് പറഞ്ഞു. ഏറ്റവും അവസാനമായി സുപ്രീം കോടതി ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ വിധി പറയുമ്പോൾ അതുവരെ റിമിഷൻ കൊടുത്ത എല്ലാ കേസുകളും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, പ്രതിയുടെ പ്രായം. 2, പ്രതിയുടെ പെരുമാറ്റം, സ്വഭാവം. അത് ജയിലിൽ കിടക്കുമ്പോഴുള്ള പെരുമാറ്റവും സ്വഭാവവും ഉൾപ്പെടെയാണ്. അതുപോലെ തന്നെ മറ്റു കേസുകളിൽ പ്രതിയാണോ, ശിക്ഷിക്കുന്നതിന് മുമ്പ് മറ്റു കേസുകളിൽ പ്രതിയാണോ, ജയിൽവാസം അനുഭവിക്കുമ്പോൾ സഹ തടവുകാരോ അല്ലെങ്കിൽ ജയിൽ ഓഫീസർമാരുമായിട്ടോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മറ്റ് കേസുകളിൽ പ്രതിയാണോ, അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ്, ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ ആരൊക്കെയുണ്ട്, ഇവർ പുറത്തിറങ്ങിയാൽ ഇവരെ സംരക്ഷിക്കുന്നവരാരാണ്, ഇവരുടെ സംരക്ഷണത്തിൽ കഴിയുന്നവർ ആരൊക്കെയാണ്. ഇത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് നോക്കുക. ഇവിടെ ഷെറിന് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനില്ല, അമ്മ ജയിലിലാണ്, ഒരു മുത്തശ്ശിയാണുള്ളത്. മുത്തശ്ശിക്ക് നല്ല പ്രായമായി. അപ്പോൾ അത് ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നത്. ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധികൾ മന്ത്രിമാരുടെ പേര്, ഉദ്യോഗസ്ഥന്മാരുടെ പേരെല്ലാം ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുകയാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഒരു ക്യാബിനറ്റ് അംഗത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അതിൽ വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരിനില്ലേ? ഈ പറയുന്ന മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുന്ന ഒരു ആരോപണം വരുമ്പോ അതിൽ മറുപടി പറയുക അല്ലെങ്കിൽ അതിലൊരു പ്രതികരണം നടത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമില്ലേ? അതിലൊരു പ്രശ്നം, നിരന്തരം ഈ മന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ പല ഘട്ടത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. ഇതവരുടെ ഒരു പൊതു പോളിസിയാണ്.
മറ്റെല്ലാ വിഷയങ്ങളിലും ഒരാരോപണവും തെളിയിക്കപ്പെടാതെ വരുമ്പോൾ മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കും. മറുപടിയായിട്ട് വരട്ടെ എന്നിട്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു പൊതു പോളിസിയായിട്ട് UDF-ഉം കോൺഗ്രസും സ്വീകരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഈ യാതൊരു മെറിട്ടുമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇവിടെ നിയമപരമായി മന്ത്രിസഭയ്ക്ക് വരുന്ന ഒരു ശുപാർശ, ആ ശുപാർശ ചെയ്തത് ആരൊക്കെയാ? ഒറ്റ മിനിറ്റ്. ശുപാർശ ചെയ്ത ആരൊക്കെയാ? കളക്ടർ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി, ജയിൽ സൂപ്രണ്ട്, പ്രൊബേഷൻ ഓഫീസർ അടക്കം ജില്ലാ ജഡ്ജി, സെഷൻസ് ജഡ്ജി, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജയിൽ ഉപദേശക സമിതിയുടെ റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷനൊപ്പം ഹാജരാക്കേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ റെക്കമെൻഡേഷനും വച്ച് 19 കൊല്ലം ശിക്ഷ പൂർത്തീകരിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അപേക്ഷ വരുമ്പോൾ ഒരു നിമിഷം. ഷെറിൻ 2015 നെയ്യാറ്റിൻകരയിൽ നിന്ന് വിയ്യൂരിലേക്കും 2017 വിയ്യൂരിൽ നിന്ന് കണ്ണൂരിലേക്കും ജയിൽ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജയിൽ അധികൃതരോടും സഹതടവുകാരോടുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങളുടെയും പേരിലാണ് ഈ ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. അപ്പോ അത്തരത്തിൽ ഉള്ള പ്രവണതയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പശ്ചാത്താപമുണ്ടായി നല്ല സ്വഭാവം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത്? താങ്കളുടെ അറിവ് തെറ്റാണ്. കാരണം ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പരോളിലും ഓർഡിനറി ലീവിലും എമർജൻസി ലീവിലും അനധികൃതമായി എന്തൊക്കെയോ ഈ പ്രതി വാങ്ങിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു മെറിട്ടുമില്ല. 1 വർഷം 60 ദിവസം വരെ പരോൾ കിട്ടാം ഒരു ജീവപര്യന്തം തടവുകാരന്. ആദ്യത്തെ 2 വർഷം പരോളില്ല, മാറ്റിവെക്കട്ടെ. 3-ാം വർഷം വെച്ച് കൂട്ടിയാൽ 12 ഗുണം 60 ഒന്ന് ഗുണിച്ചു നോക്കിയേ, 720 വരില്ലേ? എന്നാൽ 500 ദിവസത്തോളമാണ് ഇതിലെ പ്രതി പരോളിൽ പോയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ എമർജൻസി ലീവും വരും, ഓർഡിനറി ലീവും വരും. ഇതെല്ലാം വരുമ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. താങ്കൾ പറഞ്ഞല്ലോ ജയിൽ മാറ്റം എങ്ങനെയാ? ജയിലിൽ എണ്ണ കൂടുതൽ വരും, പ്രതികളുടെ പുതിയ ജയിൽ സൗകര്യങ്ങൾ വരും, പുതിയ ജയിലുകൾ ഇനാഗ്രേറ്റ് ചെയ്യും. അത്തരത്തിൽ വരുമ്പോൾ നോർമലി ഷിഫ്റ്റിംഗ് വരും. അത്തരത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതോ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഈ പ്രതിക്ക് എതിരെ ഇല്ല. ഉപദേശക സമിതി ഇതെല്ലാം വളരെ വിശദമായി അന്ന് വന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ പറയുന്ന ജയിൽ സൗകര്യമില്ലായ്മ മൂലമോ ആളെണ്ണം കൂടുതൽ അതിന്റെ പേരിലോ അല്ല വിയ്യൂരിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും പോയത് സഹതടവുകാരോടുള്ള പെരുമാറ്റത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ സഹതടവുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആധികാരികമായിരിക്കണം. ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി 2 തവണ ഉന്നയിക്കപ്പെട്ടു പെട്ടെന്നുള്ള തീരുമാനം. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിഭാഷകനും പറഞ്ഞു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പെട്ടെന്നുള്ള തീരുമാനം. മാധുവിന് അറിയോ എന്നാണ് ജയിൽ ഉപദേശക സമിതി ഈ കേസ് പരിഗണിച്ചത്? ഈ പറയുന്ന ഷെറിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ എന്തുകൊണ്ടാണ് അരുൺ സ്ട്രിക്കോൺ ചെയ്യാത്തത്? അങ്ങനെ ഇളവ് നൽകാൻ, അങ്ങനെ നല്ല പിള്ളയാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും അല്ല അവരുടെ പേരിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാലോ? ഞാൻ പറയുന്നത് പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും നിയമവകുപ്പിന്റെ റിപ്പോർട്ടും ഈ റിപ്പോർട്ടിൽ ഒന്നും ഒരു തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തതോ പരാതി ലഭിച്ചതായോ പരാതി പരിഗണിച്ചതായോ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിച്ചതോ സെറ്റിൽമെന്റോ കൺസിലിയേഷനോ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത് എന്നാണ് ഈ പരാതി അല്ലെങ്കിൽ ഇവരുടെ അപേക്ഷ ജയിൽ അതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നത് വളരെ പ്രകടമാണ്. എന്താണെന്നറിയാമോ അരുൺ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള, അതായത് ജയിൽ ശിക്ഷയിൽ ഇളവ് നേടാൻ വേണ്ടി അനധികൃതമായ സാഹചര്യം ഒരുക്കപ്പെട്ടു എന്നാരോപിക്കപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ വരണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ മൂടിവെക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അടുത്തല്ലേ ഈ പറയുന്ന ഒരു വ്യവസായി ബോബി ചമ്മണ്ണൂർ ജയിലിൽ പോയപ്പോൾ അതിൽ VIP സന്ദർശനം ഉണ്ടായിട്ട് പേരുകൾ നമ്മുടെ ജയിൽ രജിസ്റ്ററിൽ ഇല്ലാതെ പോയത്, അതിന്റെ പേരിൽ നടപടി ഉണ്ടായല്ലോ. അപ്പോൾ ജയിലെന്ന് പറയുന്നതും അവിടുത്തെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നതും ഈ പറയുന്ന നല്ല ബുക്കും റിപ്പോർട്ടും ഒക്കെ ഏറ്റവും പക്കായായി നടപ്പിലാകുന്നു എന്ന അവകാശവാദവും നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുന്നിലുള്ളത് ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതി എന്നുള്ളത് മാത്രമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് ചാർത്തി കൊടുക്കും മുമ്പ് ആ ചരിത്രം കൂടി ഓർക്കണ്ടേ? അതിലെ താങ്കൾ ആദ്യം പറഞ്ഞല്ലോ 3 ജീവപര്യന്തം കിട്ടിയാൽ 3 ജീവപര്യന്തം. ആ ശിക്ഷാവിധിയുടെ അവസാന വാചകം എന്തെന്നറിയോ? ദ സെന്റൻസ് ഷാൽ റൺ കൺകറന്റ്ലി എന്നതാണ്. അതായത് എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഒരുമിച്ച് 19 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദീർഘമായിട്ടുള്ള കാലയളവാണ്. നമ്മുടെ നിയമത്തിന്റെ പേരെന്താ? നിയമത്തിന്റെ പേര് 2010 കേരള പ്രിസൺ സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങൾ നിർവഹണം. അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്ഷന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും
രേഖാമൂലം അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നിലനിൽക്കാതിരിക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാം പത്രങ്ങളിൽ വന്നു, വാർത്തകളിൽ വന്നു എന്ന് മാത്രമാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അല്ലാതെ രേഖാമൂലം ഒരു രജിസ്ട്രേഷൻ ഇല്ലാതിരിക്കെ കേസിൽ VIP സന്ദർശനം ഉണ്ടായപ്പോഴും പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നുള്ളൂ. ജയിൽ രജിസ്ട്രി നല്ല വെടിപ്പായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ആരും തൊട്ട് മോശമാക്കാതെ. അത്രേ വരുവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന കറക്ഷൻ, ഈ പറയുന്ന മാനസാന്തരം, ഇതൊന്നും പരീക്ഷിക്കാൻ നിലവിൽ സംവിധാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്.